അല്ലാഹുമ്മ സ്വല്ലി വസല്ലി വബാരിക് അലൈഹി നല്ല ഒരു മഹത്തായ അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ഈ അറബി അക്ഷരം നിങ്ങൾ എഴുതി വെച്ചിട്ട് പരിശുദ്ധ ഖുർആനിലെ ഈ മഹത്തായ ആയത്തോതി നിങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് വലിയ വിജയമുണ്ടാകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാനും നമ്മുടെ ജീവിതത്തിൽ വെച്ചടി കയറ്റമുണ്ടാകാനും ഉയർച്ചയുണ്ടാകാനും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അതുപോലെ എളുപ്പമാകാനും ഒരു നല്ല വെള്ള പേപ്പർ എടുത്ത് നല്ല ആത്മാർത്ഥതയോടെ നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ എഴുതുന്ന അക്ഷരങ്ങളിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്, അതുപോലെ ഞാൻ ഓതുന്ന ഖുർആൻ ആയത്തിൽ ഒരുപാട് മഹത്വങ്ങളുണ്ട് എന്ന നിലയ്ക്ക് തീർച്ചയായും പരിശുദ്ധ ഖുർആൻ വലിയ മഹത്വമുള്ളതാണ്. ആ മഹത്വമുള്ളത് ഓതിയാൽ അല്ലാഹു എനിക്ക് ഈ ആയത്തുകൾ ഓതിയാൽ എൻ്റെ റബ്ബന്റെ ആഗ്രഹങ്ങളെ നടത്തി തരും എന്നുള്ള നല്ല നിയത്തോടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ചെയ്തു നോക്ക്. അല്ലാഹു വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമസ്കാരം നമ്മൾ പാഴാക്കരുത്. 5 വഖ്ത് നമസ്കാരം നമ്മൾ നിർവഹിക്കണം. മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ നമസ്കാരമുള്ളവരായി മാറണം. ഒരിക്കലും നമ്മൾ നമസ്കാരം പാഴാക്കരുത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിസ്കാരമില്ലാത്തവർ ഉണ്ടെങ്കിൽ എല്ലാവരും ഇന്നു മുതൽ നമസ്കാരം അതിന്റെ അവ്വൽ വഖത്തിൽ തന്നെ നിങ്ങൾ നമസ്കരിക്കണം. അവ്വൽ വഖത്തിൽ തന്നെ നിങ്ങൾ നമസ്കരിക്കണം. ഇന്നു മുതൽ ഒരൊറ്റ വഖത്ത് പോലും നിങ്ങൾ പാഴാക്കി കളയരുത്. നിസ്കാരമെന്ന് കരുതിയാൽ നിസ്കാരമാണ് സർവ്വ അനുഗ്രഹങ്ങളും അല്ലാഹു നമ്മളിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണം അല്ലേ? അവ്വൽ വഖത്തിൽ നമ്മൾ നിസ്കരിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് വിഭജിക്കുന്ന സമയമാണ് നമസ്കാരത്തിന്റെ അവ്വൽ വഖത്ത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, ഒരു മനുഷ്യന് വേണ്ടുന്ന പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം ഇവകളെല്ലാം അല്ലാഹു വിഭജിക്കുന്ന സമയമാണ്. അവന്റെ ഭക്ഷണ വിശാലത നൽകപ്പെടുന്ന സമയം അത് അവ്വൽ വഖത്ത് നമസ്കാരത്തിലാണ്. അവ്വൽ വഖത്ത് വാക്ക് കേട്ടാൽ ഒരു 15 മിനിറ്റുള്ളിൽ നിങ്ങൾ നിസ്കരിക്കാൻ ശ്രമിക്കണം. കാരണം അത് ജീവിതത്തിൽ അല്ലാഹു വലിയ ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. അപ്പൊ ചിലര് വിചാരിക്കുന്ന, പറച്ചോനെ ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ട് ഞാൻ നിസ്കരിക്കാൻ കഴിയും, പക്ഷേ തിരി കഴിയുമ്പോൾ പിന്നെയാക്കി, പിന്നെ നാളെയാക്കി, പിന്നെ മറ്റന്നാളാക്കി, അങ്ങനെ നിങ്ങൾ പോകാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പിശാചിങ്ങനെ നമ്മളെ അനുഗ്രഹങ്ങളിൽ നിന്നും അല്ലാഹുവിനെ വഴിപ്പെടുന്നതിൽ നിന്നും അവനിങ്ങനെ തെറ്റിച്ചു കൊണ്ടുപോകും. അങ്ങനെയല്ല, ഞാൻ ഓരോ നമസ്കാരം പോലും ഖളാഅ വാക്ക് കേട്ടാൽ ഞാൻ അപ്പൊ തന്നെ നിസ്കരിക്കുമെന്നുള്ള നിയത്തോടുകൂടി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്കിൽ ബർക്കത്ത് നൽകുന്നത് നമസ്കാരത്തിന്റെ ആദ്യ സമയമാണ്. അല്ലാഹു ഭക്ഷണത്തിന്റെ കവാടം തുറന്ന് ഓഹരി വെക്കുന്നത് അതിന്റെ നമസ്കാരത്തിന്റെ അവ്വൽ സമയമാണ്, ആദ്യ സമയമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയം കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഓരോ വഖത്തിൽ തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കണേ. എന്തൊക്കെ വന്നാലും ഞാൻ നിസ്കരിക്കുമെന്നുള്ള ഒരൊറ്റ ഉറപ്പ് നമ്മുടെ മനസ്സിൽ വേണം. അല്ലാഹുവേ, പടച്ചവനെ, ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നീ നിസ്കരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഇത് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നല്ല മഹത്തായ ഒരു അമലിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് പേര് അവരുടെ വിഷമങ്ങൾ പലതും പങ്കുവെക്കപ്പെട്ടു. ഉസ്താദേ, പലവിധ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകളും വേദനകളും കൊണ്ട് മക്കളില്ലാത്തവരുണ്ട്, കച്ചവടത്തിൽ ബർക്കത്തില്ലാത്തവരുണ്ട്, കടമുള്ളവരുണ്ട്, ഒരു മേഖലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വിജയം കിട്ടാത്തവരുണ്ട്. ഈ പറയാൻ പോകുന്ന അമൽ നിങ്ങൾക്ക് ചെയ്യാൻ വളരെ കുറച്ച് സമയം മതി. ഇത് ഒരു വെള്ള പേപ്പറിൽ എഴുതി നിങ്ങളുടെ വീട്ടിലോ, ഞാൻ ഈ പറയാൻ പോകുന്ന അക്ഷരം ഒരു വെള്ള പേപ്പറിൽ എഴുതി, അതായത് റാ എന്ന് പറഞ്ഞൊരു അക്ഷരമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ റാഇനെ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടിയുള്ളത്? അതൊരു വെള്ള പേപ്പറിൽ എഴുതി നിങ്ങളുടെ വീട്ടിലോ
ആ എഴുതുന്ന രൂപം ഞാൻ സ്ക്രീനിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ എഴുതുന്ന രൂപം ഞാൻ സ്ക്രീനിലൂടെ കാണിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ എഴുതി ഒരു വെള്ള പേപ്പറിൽ എഴുതി നിങ്ങളുടെ വീട്ടിലോ പേഴ്സിലോ അതുമല്ലെങ്കിൽ ഒരു ഏലസിലോ ആക്കി നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ, ഒരു ഏലസിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും അല്ലാഹു നിറവേറ്റി തരും. മാത്രമല്ല, ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതോടെ അല്ലാഹു ഒരുപാട് കാര്യങ്ങൾ സാധിപ്പിച്ചു തരും ഇൻഷാ അല്ലാഹ്. മാത്രമല്ല, ഈ വെള്ള പേപ്പർ നിങ്ങൾ എവിടെയാണോ വെക്കുന്നത് അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് തരും. ഉദാഹരണത്തിന്, നിങ്ങൾ ഇതൊരു പേഴ്സിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ, ഒരു പേഴ്സിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ പോകുന്ന ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് നൽകപ്പെടുന്നതാണ്. ഏത് മേഖലയിലാണ് നിങ്ങൾ പോകുന്നത് അവിടെയൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകും, വലിയ ഉയർച്ച നൽകും. അല്ലാഹുവിന്റെ വലിയ കാവലുണ്ടാകും, ഒരിക്കലും പരാജയപ്പെടുകയില്ല. നിങ്ങൾക്ക് വലിയ ഓർമ്മശക്തി അല്ലാഹു നൽകും. മനസ്സിലാക്കണം, നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ മഹത്തായ ഇസ്വാഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, അത് ഇതുപോലെ എഴുതി വെച്ചിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അല്ലാഹു വലിയ വിജയങ്ങൾ നൽകുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ കാര്യത്തിൽ വിജയം കാണാൻ ഇത് ഒരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ വീട്ടിലോ വാഹനത്തിലോ പേഴ്സിലോ ഒക്കെ സൂക്ഷിച്ചാൽ മതി. അതായത് ഒരുപാട് പേരുണ്ട്, പലവിധ പ്രയാസങ്ങളുള്ളവർ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് അത് നടത്തി തരുന്നതാണ്. പലരും വിളിച്ചു പറയുന്നത്, ഉസ്താദേ പല കാര്യങ്ങളും വിഷമിക്കുന്നുണ്ട്, ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, ജീവിതത്തിൽ പരാജയം മാത്രമാണ്, മക്കൾക്ക് ജോലിയില്ല, ഒരു ജോലി അന്വേഷിച്ച് നടന്നിട്ട് ഇതുവരെ ശരിയായില്ല, അല്ലെങ്കിൽ മക്കൾക്ക് പഠിക്കാൻ താല്പര്യക്കുറവാണ്, ഒരു വീട് വെക്കാൻ ഉദ്ദേശിച്ചിട്ട് ഇതുവരെ ഒരു വീടായില്ല. ഇങ്ങനെ ഒരുപാട് സങ്കടങ്ങളാണ് പലരും വിളിച്ചു പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടാൻ കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെച്ചാൽ മതി. ഞാൻ എഴുതാനുള്ളത് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു വൃത്തിയുള്ള വെള്ള പേപ്പർ എടുക്കുക. നിങ്ങൾ ഈ കാണുന്നത് പോലെ ഒരു വെള്ള പേപ്പറിൽ എഴുതിയെടുക്കുക. എഴുതുമ്പോൾ കറുത്ത വശി കൊണ്ട് എഴുതുന്നതാണ് നല്ലത്. അപ്പൊ വെള്ള പേപ്പർ എടുത്ത് ആ വെള്ള പേപ്പറിനകത്ത് റാ എന്ന് മോളിൽ കൊടുത്തായിരുന്നു, ആ റാഹിന്റെ രൂപം ഞാൻ കാണിച്ചു തന്നിട്ട് അതുപോലെ നിങ്ങൾ എഴുതി വെക്കുക, വൃത്തിയായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഒതുകൊടുക്കുക. പിന്നെ കിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. അപ്പൊ എഴുതുന്ന രൂപം അത് ഒതുകൊടുത്തിട്ട് കിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ട് നിങ്ങൾ എഴുതണം. നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കേണ്ടത് ഇതിനായി ഒരു മിനിറ്റ് മാത്രം മതി. ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അറബി അക്ഷരം ഒരു വെള്ള പേപ്പറിൽ എഴുതിയെടുക്കുക. എടുത്തതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ, മനസ്സിലാക്കണം, ഈ അറബി അക്ഷരം ഒരു വെള്ള പേപ്പറിൽ എടുത്തതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹയിലെ രണ്ടാമത്തെ ആയത്ത്, ആദ്യത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആണ്. അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ആയത്ത് അർറഹ്മാനിർ റഹീം അർറഹ്മാനിർ റഹീം അർറഹ്മാനിർ റഹീം അർറഹ്മാനിർ റഹീം എന്ന ഈ ആയത്ത് 1001 പ്രാവശ്യം, എത്രയാണ്? 1001 1001 പ്രാവശ്യം ഓതുക. അർറഹ്മാനിർ റഹീം അർറഹ്മാനിർ റഹീം അർറഹ്മാനിർ റഹീം എന്ന 1001 തവണ ഒരു പ്രാവശ്യം 1001 പ്രാവശ്യം ഓതുക. ഓതിയതിനു ശേഷം നിങ്ങൾ എഴുതിയെടുത്ത പേപ്പർ വീട്ടിലോ പേഴ്സിലോ ആക്കി സൂക്ഷിച്ചു വെക്കുക. അല്ലെങ്കിൽ ഒരു ഏലസാക്കി നിങ്ങളുടെ അരയിൽ കെട്ടുക. അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിലോ ജോലി സ്ഥലത്തോ വെക്കുക. നിങ്ങൾക്ക് എവിടെയൊക്കെ വിജയം വേണം അവിടെയൊക്കെ ഇത് നിങ്ങൾ എഴുതിയ ആയത്ത് 1001 പ്രാവശ്യം, ഈ ആയത്ത് 1001 പ്രാവശ്യം ഓതി സൂക്ഷിച്ചു വെക്കുക. എങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തരും. നിങ്ങൾ ഇത് എഴുതി പോക്കറ്റിൽ സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങൾ ചെല്ലുന്ന ഭാഗങ്ങളിലൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകപ്പെടുന്നതാണ്. അതുപോലെ വലിയ വിജയം അല്ലാഹു നൽകപ്പെടുന്നതാണ്. ചെല്ലുന്ന മേഖലകളിലൊക്കെ അല്ലാഹു വലിയ വിജയം നൽകും. ഇത് വാഹനത്തിലാക്കി പോയാൽ, നിങ്ങൾക്ക് വണ്ടിയിലാക്കി, നമ്മൾ ഓടിക്കുന്ന വാഹനത്തിലാക്കി പോയാൽ നിങ്ങൾക്ക് വലിയ ബർക്കത്ത് അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹുവിന്റെ വലിയ കാവലുണ്ടാകും. പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും നിന്റെ കാവലുണ്ടാകണേ അല്ലാഹ്. അതുപോലെ തന്നെ എല്ലായിടത്തും നമുക്ക് വലിയ സഹായങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ പരാജയം ഉണ്ടാകില്ല. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് നമ്മൾ പോകുന്ന കുട്ടികൾ, പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളൊക്കെ ഇതൊരു വെള്ള പേപ്പറിൽ എഴുതി എവിടെയെങ്കിലും സൂക്ഷിച്ചു പോയാൽ പരീക്ഷയ്ക്ക് ഇൻഷാ അല്ലാഹ് നല്ല വിജയം കിട്ടുന്നതാണ്.
അതുപോലെ ഇത് എഴുതിയിട്ട് നമ്മളെ വീട്ടിൽ സൂക്ഷിച്ചാൽ ഇൻഷാ അല്ലാഹ് വലിയ വിജയം കിട്ടുന്നതാണ്, വലിയ ബർക്കത്തുണ്ടാകുന്നതാണ്. അപ്പോൾ ഈ അറിവുകളൊക്കെ നമ്മളുടെ സുഹൃത്തുക്കൾ കൂടി നമ്മൾ അയച്ചു കൊടുക്കുക. അവരും ഇതുപോലെ അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് ചികിത്സ നടത്തട്ടെ. പക്ഷേ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നമസ്കാരമുള്ളവരായിരിക്കണം, ഇബാദത്ത് നമ്മൾ മുറുകെ പിടിക്കണം. അതുപോലെ അല്ലാഹുവിന്റെ ഖുർആൻ വലിയ അമാനുഷികതയുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അത് വലിയ അമാനുഷികതയുള്ളതാണ്. അത് ഓതുന്നവർക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതി സൂക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു വലിയ ബർക്കത്ത് നൽകപ്പെടുന്നതാണ്. അല്ലാഹുവേ, പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. ഇതെല്ലാം ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങളാണ് നിങ്ങളുടെ ചർച്ച ചെയ്തത്. റഹ്മാനായ റബ്ബേ, ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, നിന്റെ ഖുർആൻ ഓതുമ്പോൾ ഞങ്ങൾക്ക് വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഇതെല്ലാം ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ പടച്ചവനെ. ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുടെ ജോലി നൽകണേ അല്ലാഹ്. ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങളെ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പടച്ചവനെ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ വിവാഹപ്രായം എത്തി നിൽക്കുന്ന പടച്ചവനെ, അവർക്ക് സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും നിലനിർത്തണേ പടച്ചവനെ. ഖാലിഖായ റബ്ബേ, ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നവരുടെ പഠനത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ പടച്ചവനെ. പരിശുദ്ധ റജബ് മാസത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് റബ്ബേ. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. പരിശുദ്ധ റമദാനിൽ നീ ഞങ്ങൾക്ക് ഓശാരമായി നൽകണേ അല്ലാഹ്. ആ റമദാൻ മാസത്തിൽ ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നോമ്പ് പിടിക്കാനും നിസ്കരിക്കാനും പരിശുദ്ധ ഖുർആനും പാരായണം ചെയ്യാനും ഖത്മൊക്കെ തീർക്കാനും അല്ലാഹു ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും നീ റമദാൻ പുണ്യകാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരുപാട് റമദാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു കൊണ്ട് റബ്ബേ, നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ പടച്ചവനെ. റബ്ബേ, ഞങ്ങളുടെ മജ്‌ലിസിന് ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.